ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു. നിലമ്പൂർ ഗൂഡല്ലൂർ വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ സൗണ്ടിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അത് പോയി വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ജലദോഷമൊക്കെ ആണ്. അനിയത്തിക്കും കുട്ടിക്കും എല്ലാവർക്കും ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ജലദോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിയത്തിക്കും അനിയനും അനിയത്തിയുടെ കുട്ടിക്ക് അങ്ങനെ അവർക്കൊക്കെ ആയിരുന്നു പനിയൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങാമെന്നാണ് കരുതിയത്. പിന്നെ ട്രാവലർ 5 മണിക്കേ വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 5:30 ഞങ്ങൾ ഇറങ്ങുമ്പോൾ എഴുന്നേക്കാൻ വിചാരിച്ചതെന്ന് വെച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നായിരുന്നു എല്ലാം. പിന്നെ കുറേയൊക്കെ വീഡിയോ എടുക്കാനും വിട്ടുപോയിട്ടുണ്ട്. ആദ്യം ഞാൻ റിസുവിനെ മാറ്റിക്കൊടുത്തു. പിന്നെ അത് റൈസ് ബേബിനിക്ക് മാറ്റിക്കൊടുത്തു. കുളിപ്പിച്ചൊക്കെ മാറ്റിക്കൊടുത്തു. റയ്യു പിന്നെ അവൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറ്റി ഞങ്ങൾ ഇറങ്ങി. സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ പാക്ക് ചെയ്ത് വെച്ച കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ലാസ്റ്റ് മൂമെൻ്റാണ്. എല്ലാവരും ഇറങ്ങാനുള്ള ആ ഒരു എത്രപ്പാടിലാണ്. ഞാനും കുട്ടിയെ എടുത്ത് ഇറങ്ങി. ഞങ്ങൾ വയനാട് ട്രിപ്പിനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തി കോളേജിൽ നിന്ന് വയനാട്ടിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഫുൾ അട്ടയാണ്, അതുകൊണ്ട് അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല. കുട്ടികളൊക്കെ പേടിക്കും എന്നൊക്കെ പറഞ്ഞ കാരണം പിന്നെ അവിടെ നിന്ന് മാറ്റി ഊട്ടിയിലേക്കാക്കി. ടെൻഷൻ ഉണ്ടായിരുന്നു, തണുപ്പാണ്, കുട്ടീനെ കൊണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. വലിയവർക്കായിരുന്നു പ്രശ്നങ്ങളൊക്കെ. പിന്നെ അനിയത്തി ടൂർ പോയി വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അവൾക്ക് കുറേ യാത്ര ചെയ്തപ്പോൾ തന്നെ അവൾക്ക് തീരെ വയ്യാതെ തിരിച്ചു പോകേണ്ടി വരുന്നൊക്കെ കരുതി. പിന്നെ ചായയൊക്കെ കുടിച്ചാൽ ശരിയാവുമെന്ന് കരുതി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങളൊക്കെ പിന്നെ എണിച്ചതും ഭക്ഷണം കഴിക്കണം എന്നുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ചു. സത്യം പറയാലോ, ചായ ഭയങ്കര ബോറായിരുന്നു. കട്ടി കൂടുതലായിട്ട്, നല്ല കടുപ്പം കൂടുതലായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അവിടെ കുറേ ടൈം പോയി. ബാത്റൂം പോകാനൊക്കെ നിന്നിട്ട് ഒറ്റ ബാത്റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല ടൈം പോയി. നെക്സ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഹോട്ടലിൽ നിന്ന് കട്ടിയായിട്ടുള്ള ആഹാരമൊന്നും കഴിച്ചില്ല. ദോശ ഇഡ്ഡലി തന്നെ കഴിച്ചത്. ഒരുപാട് ഹെവി ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കാമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ ഈ മരത്തിൻ്റെ ഫോറസ്റ്റ് ഏരിയയിൽ എത്തിയപ്പോൾ അടിപൊളിയായിരുന്നു വ്യൂസ്. ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ തണുപ്പ്, കുട്ടി ചെറുതാണ്. പിന്നെ പോകുന്ന സമയത്ത് ആർക്കും വല്ലാതെ മൂടുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത്തെ ഉറക്കത്തിൽ നിന്ന് എണിച്ചു. പിന്നെ ഒരു ചടപ്പായിരുന്നു പോകുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ ആദ്യം എത്തിയത് പിയാക്കര ലേക്കിലായിരുന്നു. അവിടേക്ക് ഇറങ്ങാൻ നല്ല സുഖമായിരുന്നു. പെട്ടെന്ന് ഇറങ്ങിപ്പോവുക, ഒരു താഴ്ചയാണ്. ഞങ്ങൾ ഇറങ്ങി അങ്ങനെ പോയി. ബോട്ടിംഗ് ആയിരുന്നു ചെയ്തത്. ബോട്ടിംഗാണ് മെയിനായിട്ട്. അപ്പോൾ ബോട്ടിങ്ങേ ഉള്ളൂ. അങ്ങനെ അവിടെ പോയി ബോട്ടിങ്ങിന് ഒരു കോംബോ ഓഫർ ആയിട്ടുണ്ടായിരുന്നു. 8 പേരുടെ വരുന്നത്. അതിൽ കയറി. ഇതായിരുന്നു സ്ഥലം. നല്ല സ്ഥലമാണ്. അത്യാവശ്യം നമ്മൾ 20 മിനിറ്റിൻ്റെ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 20 മിനിറ്റ് നമ്മൾ സ്പീഡ് ബോട്ടും ഉണ്ട്, നോർമലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നോർമലിലാണ് പോയത്. സ്പീഡ് ബോട്ട് കുട്ടികളെ വെച്ചിട്ട് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങളത് എടുത്തിട്ടില്ല. ഇവിടെ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. ഓരോ പാക്ക് എടുക്കുന്നതിനനുസരിച്ചാണ്. ഞങ്ങളെടുത്തത് 1200 താഴെ വരുന്ന 185 അങ്ങനെ എന്തോ റേറ്റ് വരുന്നതാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. താഴത്ത് നിങ്ങൾ മുകളിലേക്ക് കയറുമ്പോൾ എനിക്ക് കുട്ടീനെ എടുത്തിട്ടൊന്നും കാല് മസിൽ പിടിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ട് തണുപ്പുമല്ല. പിന്നെ അങ്ങനെ അവിടെ നിന്ന് കയറി പിന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് സ്പോട്ടിലേക്കാണ് വന്നത്. അവിടെ കയറിയത് ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് വേസ്റ്റായിപ്പോയി. കാരണം ഞാൻ പകുതി ദൂരം കയറിയപ്പോഴത്തേക്ക് എനിക്ക് കാലുവേദനയൊക്കെ വരാൻ തുടങ്ങി. പിന്നെ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയപ്പോൾ കുട്ടീനെയും കൊണ്ട് അവിടെ നിൽക്കുന്നത് റിസ്ക്കാന്ന് മനസ്സിലാക്കി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. റയ്യു റിസൊക്കെ അവിടെ തന്നെ നിന്നു. ഞാനും റൈസമോളും ഒക്കെയും കൂടി അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ട്രാവലറിൽ പോയി. പിന്നെ അവിടെ ഡയപ്പർ ചേഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ അതിന് മുമ്പ് കുട്ടി വന്ന സമയത്ത് നല്ല ഫുഡൊന്നും കിട്ടിയില്ല. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് നല്ല ഫുഡായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഫുഡൊന്നും കിട്ടില്ല, എന്നാൽ പോലും വലിയ തിരക്കിടില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു. വലിയ റേറ്റും ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് റൂം അന്വേഷിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ബോട്ട് ഹൗസിലൂടെ ഒന്ന് പോകാമെന്ന് കരുതി ബോട്ട് ഹൗസിലേക്ക് പോയി. അവിടെ കയറാൻ 200 രൂപേൻ്റെ ഉള്ളിലേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ചാർജ് വരുന്നത് ഇങ്ങനത്തെ റൈറ്റ്സുകളുണ്ട് അവിടെ. അതിലേക്ക് 70, 80, 90 റേറ്റ് വരുന്നത്. പിന്നെ ഈ ഡോള് പിക്ക് ചെയ്യുന്ന കുറച്ച് ഗെയിംസ്, പിന്നെ അതിൽ ബോൾ എറിഞ്ഞിട്ട് ഡോള് കിട്ടുന്ന ഗെയിംസ്, അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 300 രൂപ കൊടുത്തിട്ടൊന്ന് ചെയ്തു. പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഒരു 3 ബെഡ്റൂം വരുന്ന ഒരു വീടായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 5 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി തണുപ്പടിച്ചാലോ എന്ന് കരുതിയിട്ട്. രാത്രി ആയപ്പോൾ കുട്ടീനെ ഉറക്കിയിട്ട് ഞാനൊക്കെയും കൂടി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെയുള്ള ആളുടെ സ്കൂട്ടി എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെറിയൊരു കട അവർ പറഞ്ഞു തന്നു. അവിടെ തന്നെ പോയി അവർക്കുള്ള ഫുഡ് ആദ്യം വാങ്ങി. പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് വാങ്ങിക്കാനും കൂടി പോയി. പിന്നെ നേരെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വീഡിയോ എടുക്കാനുള്ളത് ഓർമ്മയും ഇല്ല. പിന്നെ അതുപോലെ ആ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വന്ന് കിടക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. ഇതായിരുന്നു വീട്. ഇതൊക്കെ ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്തതാണ്.
പിറ്റേ ദിവസം മൂഡ് ഓണായിരുന്നു, കാരണം നല്ല വൈബ് ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ ഫുള്ളും ഇടിയും മഴയൊക്കെ ആയിരുന്നു. രാവിലെ എണിച്ചിട്ടെടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. രാവിലെ കുട്ടിക്കൊക്കെ മാറ്റി കൊടുത്ത് ഞാൻ മാറ്റി അങ്ങനെ ഇറങ്ങി. ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ എടുത്ത വില്ലായിരുന്നു ഫസ്റ്റ് മുമ്പിൽ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി, എല്ലാവരും അവരവരുടെ ലഗേജൊക്കെ എടുത്ത് ഇറങ്ങി. നെക്സ്റ്റ് എവിടേക്കൊക്കെ പോകണം എന്നുള്ള പ്ലാനിങ് ഒക്കെയാണ്. ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാം. വൈകുന്നേരം ആകുമ്പോൾ കോട വരാൻ സാധ്യതയുണ്ട്. പിന്നെ മഞ്ഞ് തണുപ്പ് എന്നൊക്കെ ആലോചിച്ചപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയാൽ വൈകുന്നേരമൊക്കെ രാത്രി ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്താമല്ലോ, ആ രീതിക്ക് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ഇന്ന് എവിടെയെങ്കിലും 2 സ്പോട്ടിൽ പോകാമെന്നൊക്കെ കരുതി. അങ്ങനെ ഞങ്ങൾ ട്രാവലർ വെയിറ്റ് ചെയ്തു. ട്രാവലർ വന്നു, ഞങ്ങൾ കയറി. ഇന്നിപ്പോൾ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കും പിന്നെ അവിടെയുള്ള മാർക്കറ്റിലേക്കും ഒന്ന് കറങ്ങി അവിടുന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണാത്ത നെക്സ്റ്റ് സ്പേസ് എന്ന് പറയുന്നത് ടീ ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ടീ ചോക്ലേറ്റ് ഫാക്ടറിക്കാണ് പോയത്. അതിന് മുമ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ആദ്യം ഞങ്ങളൊരു ഹോട്ടലിലേക്ക് കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. 10 മണിയൊക്കെ ആയി ഞങ്ങൾ ഇറങ്ങുമ്പോൾ. ആദ്യം കയറിയിരുന്ന് ഞങ്ങൾ ഹോട്ടലിലൊക്കെ കയറി കൈയൊക്കെ കഴുകിയിരുന്നു. പക്ഷേ മെനു വന്നപ്പോൾ ഞങ്ങളുടെ നെഞ്ഞത്തിരിക്കുന്ന ഫുഡായിപ്പോയി. കാരണം 2 ഇഡ്ഡലിക്ക് 60 രൂപ എന്ന് പറഞ്ഞപ്പോൾ നല്ല ഇതാണെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹോട്ടൽ ഇതാണ്, പൊന്മാരി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തലശ്ശേരി തക്കാരം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ കയറി. അവിടെ പിന്നെ 3 ഇഡ്ഡലിക്ക് 60 രൂപ. പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു. നല്ല ഫുഡായതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് എല്ലാവരും ഗീ റോസ്റ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉമ്മയും കുട്ടിക്കൊക്കെ ഇഡ്ഡലി വാങ്ങിക്കൊടുത്തു. ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഫുഡ് കഴിച്ചു. നാടൻ ഫുഡ് തന്നെയായിരുന്നു, നല്ല ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ഇവിടുത്തെ ചോറ് പൊന്നിയരിയുടെ ചോറ് തന്നെയാണ് വരുന്നത്. ചിലർക്കേ പറ്റുള്ളൂ, ഞങ്ങൾക്കൊന്നും പറ്റില്ല. അനിയത്തി പിന്നെ ചെന്നൈയിലായതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ല. ഉച്ചയ്ക്ക് അവൾ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വരുന്നവർക്ക് ഈ ഹോട്ടലിൽ നിന്ന് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഞങ്ങൾ നേരെ ടീ ഫാക്ടറിയിലേക്ക് വിട്ടു. ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കുട്ടികളുടെ തിരക്കുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട് വരുന്നവരുടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. കൈക്ക് ഒരു ടാഗൊക്കെ തന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല അത് എന്തിനുള്ള ടാഗാണെന്ന്. ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ സ്കാൻ ചെയ്യാനുള്ള ബാർകോഡൊക്കെ കൊടുത്തിട്ടുള്ളൊരു ടാഗായിരുന്നു. അത് കയ്യിൽ സ്റ്റിക്ക് ചെയ്തു. പിന്നെ കയറി വന്ന് അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അനിയത്തിൻ്റെ ഹസ്ബൻഡിന് തിരിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ അവർ ടിക്കറ്റ് എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം കയറാമെന്നുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തു. അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവർ വരുന്ന സമയമായിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ കയറി. ഇവിടെ വന്നതിൽ ഏറ്റവും നന്നായിട്ട് മുതലായി അല്ലെങ്കിൽ കാണാൻ നല്ലൊരു ഇതുള്ളത് തോന്നിയിട്ടുള്ളത് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിൻ്റെ ആയിരുന്നു. കാരണം വൃത്തിയായിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ്. നമ്മളൊരു ടീ ഉണ്ടാക്കുന്നതിൻ്റെ ആ പ്രോസസ്സ് കാണാം, അതുപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സ്, അതൊക്കെ നല്ല വൈബായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് കയറി പോകുമ്പോൾ ഉള്ളതാണ് ഈ മെഷീൻ വെച്ചിട്ടാണ് അവരത് പൊടിക്കുന്നതൊക്കെ. ഈ മെഷീനിനെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ ചൂടാക്കാൻ ഇതിനെ യൂസ് ചെയ്യുന്നതാണ്. ഇതവിടെ കണ്ടില്ല. ആദ്യം ഞങ്ങൾ കയറി പോയപ്പോൾ തന്നെ കണ്ടത് ഈ ടീ ലീഫ് ഒരു ബക്കറ്റ് പോലൊരു സാധനത്തിൽ കോരി കൊണ്ടുവന്നിട്ട് ഒരു മെഷീനിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കുട്ടുന്നതാണ്. ഇവിടെ വെച്ച് അതൊരു അരച്ച പോലെ ടൈപ്പ് ആക്കിയിട്ട് താഴത്തേക്ക് പോവാണ്. ഇവിടെ ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ താഴത്താണ് വരുന്നത്. ഈ ചെറിയ ബക്കറ്റ് പോലെയുള്ള കാര്യത്തിൽ ഇല കോര, എന്നിട്ട് അതിവിടെ കൊണ്ടുവന്ന് ഈ മെഷീനിലിട്ട് ഇങ്ങനെ അരച്ചരച്ചിട്ട് പിന്നെ ഇവിടുത്തെ പ്രോസസ്സ് ഫുള്ള് താഴത്താണ്. ഇത് വെറും അരക്കൽ മാത്രമാണ് മുകളിൽ വരുന്നുള്ളൂ. ഞങ്ങളങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടാണ് പോയത്. എന്നിട്ട് തന്നെ ഈ തിരക്ക് ഇവിടെ ഉണ്ട്. വേറെ എവിടെ അത്ര തിരക്കായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ ശനി ഞായർ അതുപോലെ സീസൺ സമയത്തൊക്കെ ഇവിടെ നല്ല ബുദ്ധിമുട്ടായിരിക്കും കാണാനെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ റിലാക്സ് ആയിട്ടൊക്കെ കാണാൻ പറ്റി. നെക്സ്റ്റ് ഇതാണ് പ്രോസസ്സ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പൊടിക്കുന്ന മെഷീൻ ഉള്ളത്. ഇവിടെ ഒരുപാട് സ്ഥലത്തിട്ട് ചൂടാക്കിയിട്ടാണ് അവർ കോഫിയല്ല ടീയുടെ ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നത്, ആ ഒരു ഗ്രാനുവൽസിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ്. ഇതിൽ തന്നെ ഷീറ്റ് പോലെ കാണുന്നതിലാണ് അവർ ചൂടാക്കുന്നത്. ഇവിടൊക്കെ പച്ചക്കളർ തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ ഒരു ഒരു ലൈറ്റ് ബ്രൗൺ പച്ച കളറായിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ പ്രോസസ്സ് കഴിഞ്ഞ് പോയിട്ടാണ് അതൊരു ബ്രൗൺ കളറിലേക്ക് മാറുന്നത്. പിന്നെയും പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോഴാണ് അതൊരു ബ്ലാക്ക് കളറിലേക്ക് എത്തുന്നത്. ഇവിടെ വെറൈറ്റി ടീ പൗഡേഴ്സ് ഇവിടെ സെയിലുണ്ട്. അതൊക്കെ പുറത്താണ്. ഇതിൻ്റെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ സെയിൽ വരുന്നത്. ഈ ഒരു വലിയ മെഷീനിലേക്കാണ് അവരത് കൊണ്ടുവന്നത്. ഇവിടെ നിന്നാണ് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ ബ്ലാക്ക് കളറിലേക്ക് അത് മാറുന്നത്. ഏകദേശം മുക്കാലും ഈ ഒരു പ്രോസസ്സോടുകൂടി തീരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് വലിയ ഗ്രാനുവൽസ് ആണ് ആവുന്നത്. വലിയ ഗ്രാനുവൽസ് ചെറിയ ഗ്രാനുവൽസ് ഇങ്ങനെ അരിപ്പ പോലെ മാറ്റിയിട്ടാണ് എടുക്കുന്നത്. ഊട്ടിയിലേക്കൊക്കെ വരുന്നവർ ഈ ഒരു പ്രോസസ്സ് കാണാൻ മറക്കരുത്. ഇവിടെ 20 റുപ്പീസാണ് എൻട്രി ഫീസ് വരുന്നത്. അതിന് വൃത്തിയായിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ്. അതിന് 20 രൂപൻ്റെ മാത്രമല്ല, കാണേണ്ട ഒരു കാര്യം തന്നെയാണിത്.
ഇവിടെയാണ് അതിന് അരിച്ച് വരുന്നത്. ഇവിടെ ഗ്രാനുവൽസ് ആയിട്ടാണ് വരുന്നത്. അത് താഴത്തെത്തുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഗ്രാനുവൽസ് ആയിട്ട് വന്ന് ഇവിടെ കാണിക്കുന്നില്ലേ, ബ്ലാക്ക് ടീ, വൈറ്റ് ടീ, അങ്ങനെ ഒരുപാട് ടീ ഇവിടെ പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചായ നമുക്ക് തരുന്നുണ്ട്. ഇവിടെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ചായയാണ്. അടിപൊളി ചായയായിരുന്നു. ഒരു അര ഗ്ലാസ്സേ ഉള്ളൂ, പക്ഷെ നല്ല ചായയായിരുന്നു. ചായ കുടിച്ച് ചായ ഗ്ലാസ്സൊക്കെ കഴുകാനിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്താണ് ഇവിടെ ടീയുടെ കാണുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവിടെയാണ് അത് സെയിൽ ചെയ്യുന്നത്. ഞങ്ങൾ ടീ പൗഡേഴ്സ് ഒന്നും വാങ്ങിയില്ല. പിന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു, 200 രൂപയ്ക്കാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിയില്ല. നെക്സ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറി അവിടെ തന്നെയാണ്. അവിടുന്ന് പാസ് ചെയ്യുമ്പോഴാണ് ചോക്ലേറ്റ് ഫാക്ടറി വരുന്നത്. അവിടെ കയറി ഓരോ ബാക്കത്തെ അടുക്കളയിൽ ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു. എടുത്ത് പക്ഷേ ക്ലിയർ ആയില്ല. കയറി വന്നതും നമുക്ക് 3 ടൈപ്പ് ചോക്ലേറ്റ്സ് ജസ്റ്റ് സാമ്പിളിനായിട്ട് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് കൗണ്ടറിൽ നല്ല തിരക്കുണ്ടായിരുന്നു. 5 കൗണ്ടേഴ്സ് ഉണ്ട്. ഞങ്ങൾക്കും അബദ്ധം പറ്റി. വരുന്നവർ ശ്രദ്ധിക്കുക, 5 കൗണ്ടറിലും സെയിം ചോക്ലേറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ തിരക്കില്ലാത്ത കൗണ്ടറിൽ നോക്കിയിട്ട് വാങ്ങിക്കുക. കുറേ നേരം ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. മുകളിൽ നമ്മൾ ചോക്ലേറ്റ് വാങ്ങി നമ്മുടെ കയ്യിലുള്ള ആ ഒരു ടാഗിൽ സ്കാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് അത് എത്തിക്കോളും. താഴത്തത് എത്തി പേ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ പ്രോസസ്സ് വരുന്നത്. പിന്നെ ഇപ്പോഴൊക്കെ വന്ന് അതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ കുറച്ച് സ്വെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെയിലിനുണ്ട്. പിന്നെ അതുപോലെ ഏലക്കായ്, പട്ട, കറാമ്പു, ജാതിക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെയിലുണ്ട്. അതൊന്നും വാങ്ങാൻ നിന്നില്ല. ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇവിടെ പിന്നെ ഈ ജമ്പ് ചെയ്യുന്ന സംഭവം, എന്താ പറയുക, മുകളിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും ആൾക്കാരില്ല. ഓപ്പൺ ആവാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല. നെക്സ്റ്റ് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. ഇവിടെ 100 റുപ്പീസാണ്. ഫ്ലവർ ഷോ ടൈമിലൊക്കെ വന്നിട്ട് 100 റുപ്പീസ് കൊടുക്കുന്നത് വേർത്താണ്. പക്ഷേ ഈ ടൈമിൽ അത്ര വേർത്തായിട്ട് തോന്നി. കാരണം ഒരു തവണ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് വലിയത് തോന്നിയില്ല. അത്ര റേറ്റിനുള്ളത് ഇപ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. ഒരു തവണയൊക്കെ കാണാം, പക്ഷേ പിന്നെയും കാണാമെന്ന് പറഞ്ഞാൽ ഫോട്ടോസ് അടിപൊളി ഫോട്ടോസ് കിട്ടാൻ നല്ല സ്പേസ് തന്നെയാണ്. പിന്നെ വരുമ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ കാണാമെന്ന് മാത്രം. ഇവിടെ കയറി നിറയെ പൂക്കളാണ്, വെറൈറ്റി പൂക്കൾ. അത് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് പൂക്കൾ. പിന്നെ അതുപോലെ ഇവിടെ പെട്ടെന്ന് വാടില്ല, തണുപ്പുള്ളതായതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച പോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടൈം വന്നാൽ കാണാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിത് സെക്കൻഡ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുള്ള മാർക്കറ്റിൽ കൂടെ പോകുമായിരുന്നു എന്ന് ഒന്ന് വിചാരിച്ചു. കാരണം അതായിരുന്നു ഒന്നുകൂടി ബെസ്റ്റ്. ഞങ്ങളിത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോയിട്ടാണ് പിന്നെ പോയത്. അത് അടിപൊളിയായിരുന്നു. പക്ഷേ അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം മൂന്നാമത്തെ മറന്നുപോയി. പിന്നെ കുട്ടി കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സാധനം പർച്ചേസ് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. ഇപ്പം ഞങ്ങളുടെ ഫാമിലി ഫുൾഫിൽ ആയില്ലേ. അപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരു ഫാമിലി ഫോട്ടോ. ഫോണിലൊക്കെ എപ്പോഴും നമ്മൾ എടുക്കും, പക്ഷേ ഒരു ഫോട്ടോഗ്രാഫായിട്ട് അങ്ങനെ എടുക്കാറില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാവരും കൂടി നിന്നിട്ടൊരു ഫാമിലി ഫോട്ടോ അങ്ങനെ എടുത്തു. പിന്നെ അനിയത്തിയുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ട് അവരൊരു കപ്പിൾ ഫോട്ടോ എടുത്തു. അങ്ങനെ 100 രൂപയാണ് ഒരു ഫോട്ടോ എടുക്കാൻ വരുന്നത്. പിന്നെ ഇവിടെ ഓരോ കളർ ഫ്ലവേഴ്സ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേത് ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് വേണ്ടത് അവിടെ വെച്ച ഒരു ഫോട്ടോ എടുത്ത് തരും. ഞങ്ങൾ ഫുൾ ഊട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് തരുന്ന രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ടുള്ള പിക്ചേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അയാൾ തന്നെ നമ്മളോട് പറഞ്ഞതാണ് അങ്ങനെ എടുക്കുന്നതാണ് ബെസ്റ്റ് എന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുത്തു. ഉമ്മാക്കും ഇക്കാക്കും ചെടികളെന്ന് പറഞ്ഞ ഒരു ക്രേസായിരുന്നു. അവരതുകൊണ്ട് പൂക്കളിങ്ങനെ ആസ്വദിച്ച് കണ്ടുവരികയാണ്. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ നടന്നു. ആന്തൂറിയും ചെണ്ടുമല്ലിയും അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് പൂക്കളുടെ കളേഴ്സൊക്കെ നോക്കി അങ്ങനെ ജസ്റ്റ് നടന്നു. എനിക്ക് ഹോഴ്സ് റൈഡിന് ഇപ്രാവശ്യം അന്ന് വന്നപ്പോൾ ചെയ്തില്ല. ഇപ്രാവശ്യം ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ C-സെക്ഷൻ കഴിഞ്ഞിട്ട് 3 months ആയിട്ടുള്ളൂ. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അത് ചെയ്തില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ ഞങ്ങളങ്ങനെ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി ഫുഡും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ രാവിലെ വന്ന അതേ ഹോട്ടലിൽ തന്നെ കയറിയത് ബിരിയാണിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അനിയത്തി മാത്രം ചോറ് കഴിച്ചു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ഫസ്റ്റത്തെ ചായ പോലെ ലാസ്റ്റ് ചായയും ഭയങ്കര ബോറായിരുന്നു. നല്ല കടുപ്പും കയ്പും ആയതുകൊണ്ട് ഞങ്ങൾ ഓരോ ഗോലി സോഡ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ചായ കുടിച്ച് വണ്ടി കയറിയപ്പോഴുള്ള അവൻ്റെ പ്രകടനമായിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഡ്രീമിലേക്ക് വന്നു. സൂഫിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല തിരക്ക്, മഴ, പിന്നെ വണ്ടി നിർത്താനുള്ള സൗകര്യം ഇപ്പോൾ കുറച്ച് അപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കുട്ടീൻ്റെ അടുത്തൊക്കെ റിസ്ക് ആണെന്ന് കരുതി ഞങ്ങൾ ഡ്രീമിലേക്ക് വന്നു. ഇവിടുന്ന് ഞാൻ 4ാമത്തെ തവണയാണ് വരുന്നത്. നല്ല ഫുഡാണ് കേട്ടോ. പക്ഷേ എന്നത്തെ അത്ര ഒരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പക്ഷേ കുഴപ്പമില്ല. എനിക്കിഷ്ടമുള്ള മന്തി, നമ്മുടെ ഫേവറേറ്റ് മന്തിയിൽ ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത് അൽഡ്രീം മന്തി തന്നെയാണ്. സൂഫി ഇനി ട്രൈ ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെ മന്തി വന്നു. ഹണി അൽഫാം മന്തി, പിന്നെ അതുപോലെ പെരി അൽഫാം മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി.
പിന്നെ എത്ര നേരം ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് ഡാൻസ് കളിക്കാനോ പാടാനോ ഒന്നും ഒരു മൂടുണ്ടായിരുന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് എത്താറായപ്പോൾ എല്ലാവരും ഓണായി. അങ്ങനെ പിന്നെ കുട്ടികൾ ആദ്യം പാട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഡാൻസ് കളിക്കാൻ ഇറങ്ങി. പിന്നെ ന്യൂലി കപ്പിൾസ് ആയതുകൊണ്ടാണ് തോന്നുന്നു രണ്ടുപേരും ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഷാഫി പാടുന്നു മനസ്സിലായപ്പോൾ അവനെ കൊണ്ട് പാടിക്കാമെന്ന് കരുതി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കരോക്കെ ഇട്ട് പാട്ടൊക്കെ പാടി. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ പാട്ടും വൈബ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും സൈഡായി. പിന്നെ അങ്ങനെ വല്ലാതെ ഒന്നും കളിക്കാൻ നിന്നില്ല. പിന്നെ ചൂടെടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ നിർത്തി വെച്ചു. നല്ല ടൂർ തന്നെയായിരുന്നു. പക്ഷേ ടൂർ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആദ്യം ഓരോരുത്തർക്ക് പോകുമ്പോൾ അനിയത്തിക്ക് ടൂർ കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തർക്കായിട്ട് തുടങ്ങാൻ തുടങ്ങി. അനിയനിക്ക് വന്നു, പിന്നെ അനിയത്തിക്ക് വന്നു, പിന്നെ അനിയത്തിയുടെ കുട്ടിക്ക് വന്നു. അവളെയൊക്കെ ആശുപത്രി കാണിച്ചിട്ടാണ് ഇപ്പാൽക്ക് പോയത്. വീട്ടിലെത്തിയപ്പോൾ കുറച്ച് കൊറിയേഴ്സൊക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇത്രയും തുണി തിരുമ്പാനായിരുന്നു. ഒരു റൗണ്ട് തിരുമ്പിയിട്ടു, ഒരു റൗണ്ട് തിരുമ്പി വീട്ടിലേക്ക് വിട്ടു ഉണക്കാനിടാൻ. നെക്സ്റ്റ് റൗണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ തിരുമ്പിയിട്ടു. ഇത് ഊട്ടിയിലെ കുറച്ച് ഫേമസ് പ്ലേസാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ് ആക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.